അതിഥി ദേവോ ഭവ. നമ്മൾ മലയാളികൾ അതിഥികളെ അല്ലേ ആതിഥ്യ മര്യാദയോടുകൂടി പെരുമാറാനും അവരെ സ്വീകരിക്കാനുമൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ്. ആ ഒരു സംസ്കാരമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഗസ്റ്റ് വന്നാൽ നമ്മൾ അവരെ അല്ലേ വളരെ സ്നേഹത്തോടെ നമ്മളവരെ സ്വീകരിക്കും. പക്ഷേ ഈ അതിഥികൾ വില്ലന്മാരായി വന്നാലോ, അതിഥി ദേവോ ഭവ, അസുരന്മാരായി വന്നാലോ ആ വീടോ നാടോ ഒരു നാശത്തിൻ്റെ വക്കിലേക്ക് പോകും അല്ലേ. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മുടെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രദേശം എടുത്താലും ഇപ്പോൾ ഒരുപാട് ചെറിയ കടകൾ കാണാം. അത് അതിഥി തൊഴിലാളികൾ നടത്തുന്ന, നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞു വരുമ്പോൾ നിരോധിത ഉൽപ്പന്നങ്ങൾ അല്ലാത്ത അല്ലേ, നിരോധിക്കപ്പെട്ടതല്ലാത്ത പല ലഹരി വസ്തുക്കളും കുട്ടികളുടെ ഇടയിലേക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 16-17 വയസ്സുള്ള കുട്ടികളല്ല, ചെറിയ കുട്ടികളടക്കം 10, 11, 12 വയസ്സുള്ള കൊച്ചു കുട്ടികളടക്കം അവരുടെ ഇടയിലേക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. വളരെ ജാഗ്രതയോടെ നമ്മൾ ഇരിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ ദിവസത്തിലെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, വളരെ ഒരു സാധാരണത്വം കലർന്ന രീതിയിലാണ് കുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്കൂളിലെ കുട്ടികൾ ഇത് നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നിടത്ത് ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അവർക്കിത് പറയുന്നതിനും കാരണം ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ്. അതിഥി തൊഴിലാളി വിൽപ്പന നടത്തുന്ന കൂള് പോലെയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഇടയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടുകാർ അതുപോലെ തന്നെ അധികാരികൾ വളരെ വിജിലൻ്റായിട്ട് കുട്ടികളെ ഈ ലഹരിയിലേക്ക് പോകുന്ന കുഞ്ഞു മക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയേ മതിയാകൂ.